ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ വണ്ടിയുടെ ബാക്ക് ബമ്പറിൻ്റെ റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മളൊരു ബമ്പർ ലൈറ്റ് പിടിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു ലൈറ്റിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനത് ആമസോൺ വഴി മേടിച്ചിട്ടുള്ള ഒരു ലൈറ്റാണ്. ഏകദേശം 350 രൂപയോളം ആണ് ഇതിൻ്റെ രണ്ടെണ്ണത്തിന് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പും ഉണ്ട്, അല്ലാത്ത ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പ് അല്ല. ഇത് നമ്മൾ സാധാരണ പാർക്കിട്ടാൽ കത്താവുന്നതും അതേപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കത്തുന്നതും ആയിട്ടുള്ള ആകെ 2 ലൈറ്റാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 വയറുകളാണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് 3 വയറിൽ റെഡ് കാണിച്ചിട്ടുള്ളത് നമ്മൾ ബ്രേക്ക് ലൈറ്റിൻ്റെ പോസിറ്റീവ് ലൈനാണ് നമ്മൾ റെഡിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രീന് ഈ കാണിച്ചിട്ടുള്ളത് നെഗറ്റീവാണ്. അതേപോലെ തന്നെ വൈറ്റ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ പാർക്കിൻ്റെ പോസിറ്റീവ് ലൈനാണ് നമ്മൾ വൈറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. നമ്മളിത് പിടിപ്പിക്കുന്നതിന് മുന്നേ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ചെറിയ രീതിയിൽ വയറ് പെട്ടെന്ന് കട്ടായി പോകാൻ സാധ്യത കൂടുതലാണ്. വയറ് വളരെ തിന്നായിട്ടുള്ള വയർ ആയതുകൊണ്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി അത്ര മെച്ചപ്പെട്ട ക്വാളിറ്റി അല്ലാത്ത കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കയറാനോ അല്ലെങ്കിൽ വയർ പെട്ടെന്ന് പൊട്ടിപ്പോരാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വയർ സ്ട്രിങ്കർ ഉപയോഗിച്ചിട്ടൊന്ന് വയറൊന്ന് സ്ട്രിങ്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളത് ബമ്പറിൽ പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് എങ്ങനെ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതേ രീതിയിൽ ഞാൻ വയർ ഗ്ലൂ ചെയ്തിട്ട് ജസ്റ്റ് കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, വെള്ളമൊന്നും ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ. അതേപോലെ തന്നെ ഞാനൊന്ന് വയർ ജസ്റ്റ് ഒന്ന് സ്ട്രിങ്ക് ചെയ്തിട്ട് ഇതേ രീതിയിലൊന്ന് ജസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് ബമ്പറിൽ ജസ്റ്റ് പിടിപ്പിച്ചാലും വയർ കട്ടാവില്ല. അതേപോലെ തന്നെ വെള്ളമൊന്നും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാൻ സാധ്യതയില്ല. നമുക്ക് സാധനം നമുക്ക് ഡയറക്റ്റ് വണ്ടിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ 2 റിഫ്ലക്ടർ എടുത്തതിന് ശേഷമാണ് അവിടെയാണ് നമ്മൾ ആ ലൈറ്റ് പിടിപ്പിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബമ്പറൊന്ന് ചെറുതായിട്ട് നമ്മൾ അഴിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക് ലൈറ്റും അഴിക്കേണ്ടി വരും. ഈ 2 കാര്യം മാത്രമാണ് നമുക്ക് അഴിക്കേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. അതായത് ഇൻഡിക്കേറ്റർ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ 2 സൈഡത്തെയും ലൈറ്റ് അഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു സൈഡത്തെ ലൈറ്റ് മാത്രം അഴിച്ചിട്ട് കണക്ഷൻസ് എടുത്താൽ മതി. പിന്നെ ചില ആൾക്കാർ ബമ്പർ അഴിക്കാതെ ചെയ്യുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവറൊക്കെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതിന് 2 റിഫ്ലക്ടറിനും ഓരോ ബോൾട്ടുകൾ വരുന്നുണ്ട് ഉള്ളിൽ. അപ്പോൾ അത് അഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് കാരണം കൊണ്ട് ഞാൻ ബമ്പറൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഫുള്ളായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുകളിലത്തെ ബോൾട്ടുകളൊക്കെ ഒന്ന് അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊളിച്ച് വെച്ചാൽ മതി. നമുക്ക് അപ്പോൾ കൈ ഇട്ടിട്ട് കറക്റ്റായിട്ട് സ്ക്രൂ ഡ്രൈവർ തിരിക്കാൻ പാകത്തിന് ഇതേ രീതിയിലൊന്ന് ആക്കി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് ബോൾട്ടുകളൊക്കെ അഴിച്ചിട്ട് നമുക്ക് 2 റിഫ്ലക്ടർ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. റിഫ്ലക്ടർ അഴിച്ചതിന് ശേഷം നമ്മൾ ലൈറ്റ് എങ്ങനെ പിടിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ട് റിഫ്ലക്ടർ അഴിച്ച് കഴിഞ്ഞാൽ 3 ഹോൾ കാണും. സെൻറ്ററത്തെ ഹോളിൽ കൂടെ നമ്മൾ വയർ ഇട്ടിട്ട് ബാക്കിയുള്ള 2 ഹോളിൽ കൂടി നമ്മുടെ ലൈറ്റിൻ്റെ ലെഗ് കറക്റ്റായിട്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. അത് കറക്റ്റായിട്ട് ഇരുന്നോളും. അതിനുശേഷം നമ്മൾ ബ്രേക്ക് ലൈറ്റ് അഴിച്ചിട്ട് ബ്രേക്ക് ലൈറ്റിന് 3 കണക്ഷൻസാണ് ഉണ്ടാവുക. ഇത് ഒരു ബ്ലാക്ക് കളർ എർത്ത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഈ വൈറ്റ് ലൈന് കാണിച്ചിട്ടുള്ള വയർ നമ്മുടെ പാർക്കിൻ്റെ ലൈനാണ്. അതേപോലെ റെഡ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ബ്രേക്കിൻ്റെ ലൈനാണ്. അപ്പോൾ ഇതിന്ന് 3 എണ്ണത്തിൽ നിന്നാണ് നമുക്ക് ലൈനുകൾ വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാൻ ബ്രേക്കിൻ്റെ പാർക്കിൻ്റെ ലൈനിൽ നിന്ന് ഓൾറെഡി ഞാൻ അടിയിലൊരു ബൾബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇല്ലാത്തവർ നമ്മൾ ഈ 3 എണ്ണത്തിൽ നിന്ന് ഓരോ ലൈൻ എടുത്താൽ മതി. അതിനുശേഷം ഇപ്പോൾ ഞാൻ 3 ലൈനും ഞാൻ എർത്തും അതേപോലെ 2 പോസിറ്റീവ് ലൈനുകളും ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ലൈറ്റ് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മറ്റേ ലൈറ്റും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് കണക്ട് ചെയ്യണ വീഡിയോ ആണ് കാണിക്കുന്നേ ഉള്ളൂ. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് മറ്റേ ലൈറ്റും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ കളർ എർത്താണ്. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് എർത്ത് കണക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ റെഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഞാൻ ബ്രേക്ക് ലൈറ്റ് വയറ് ഞാൻ ജസ്റ്റ് റെഡിലേക്ക് ഒന്ന് പിരിച്ചു വെച്ചിട്ട് ഞാൻ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതാ ഓൾറെഡി ബ്രേക്ക് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡ് ലൈനൊന്ന് നമുക്ക് ടച്ച് ചെയ്തിട്ട് കത്തുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെയും ബ്രേക്ക് ലൈറ്റിൻ്റെയും വയറുകൾ എടുക്കുമ്പോൾ 2 വ്യത്യസ്ത കളറുള്ള വയർ എടുക്കുകയാണ് നല്ലത്. ഒരേ കളറുള്ള വയർ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈറ്റ് കണക്ട് ചെയ്യുന്നതോട് നമ്മൾ പാർക്ക് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് മാറാതെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് കണക്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനുശേഷം നമുക്ക് ഇനി പാർക്കിൻ്റെ വൈറ്റിലേക്കുള്ള കണക്ഷൻ കൂടി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ബാക്കി ബാലൻസ് ഉള്ളത് എന്തായാലും പാർക്കിൻ്റെ തന്നെ ആയിരിക്കും.
നമ്മൾ ബ്രേക്ക് ലൈറ്റ് ഇപ്പോൾ കണക്ട് ചെയ്ത സ്ഥിതിക്ക് ബാലൻസ് ഒരെണ്ണം തന്നെ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും പാർക്ക് ലൈറ്റിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ അതും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതേ രീതിയിൽ തന്നെ സെയിം മെത്തേഡിൽ തന്നെ മറ്റേ ലൈറ്റും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അതിനുശേഷം നമുക്ക് ബ്രേക്ക് ലൈറ്റും അതേപോലെ ബമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് റീഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നൈറ്റിലൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സക്സസ് ആണ്. അത് പാർക്ക് ഇട്ടപ്പോൾ കറക്റ്റായിട്ട് നമ്മളെ ലൈറ്റ് കത്തുന്നുണ്ട്. അതേപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ബ്രേക്ക് ലൈറ്റും കറക്റ്റായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ സക്സസ് ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ കടയിൽ കൊണ്ടുപോയിട്ട് ചെയ്യിക്കേണ്ടത് ആവശ്യമില്ല. നമുക്ക് വയറുകളൊക്കെ എടുക്കുമ്പോൾ എവിടെയും ടച്ച് ആവാതെയും ഷോർട്ട് ആവാതെയും നല്ല വൃത്തിക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്